എക്സ്പോണൻഷ്യേഷൻ എന്ന ലെസണാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സെയിം നമ്പേഴ്സിന്റെ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് പവർ ഓഫ് 3 ഈസ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് 3 raised to 4 and 3 raised to 8. 3 raised to 4നെ 3 raised to 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3യുടെ ഏത് പവറാണ് കിട്ടുക? അപ്പോൾ 3 raised to 4 ഉണ്ട്, 3 raised to 8, 3 raised to 4 plus 8, 3 raised to 12. അപ്പോൾ ആൻസർ 12th power of 3. Next question, what power of 2 is twice 2 raised to 497? Twice 2 raised to 497 means 2 times 2 raised to 497. 2 times means 2 into 2 raised to 497. That is equal to 2 എന്ന് പറയുന്നത് 2 raised to 1 എഴുതി, 1 plus 497 ആഡ് ചെയ്തു, ആൻസർ 2 raised to 490. ടെക്സ്റ്റ് ബുക്കിലെ നെക്സ്റ്റ് സെക്ഷൻ ഡിവിഷൻ റൂൾ. സെയിം നമ്പേഴ്സിന്റെ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 2 raised to 3 into 2 raised to 5 ആണെങ്കിൽ സെയിം നമ്പർ എക്സ്പോണൻസ് ആഡ് ചെയ്യാം. 2 raised to 3 plus 5 equal to 2 raised to 8 ആൻസർ. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം നമ്പറിന്റെ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പോണൻസ് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി സെയിം നമ്പേഴ്സിന്റെ പവേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആൻസർ വരുന്നത് നോക്കാം. എക്സാമ്പിൾ 4 raised to 5 divided by 4 raised to 3. 4 raised to 5, 4 raised to 3 നമുക്ക് ഡിവിഷൻ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ ബൈ ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം. അപ്പോൾ 4 raised to 5 divided by 4 raised to 3. ആൻസർ എന്താ വരുന്നത്? 4 raised to 5 എന്ന് പറഞ്ഞാൽ 4 5 times by 4 raised to 3 means 4 3 times multiply. ന്യൂമറേറ്ററിൽ 5 ഫോർസും ഡിനോമിനേറ്ററിൽ ഈ ഫോർസ് നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യാം. ഡിനോമിനേറ്ററിൽ ഒരു 4 ഉണ്ട്, ന്യൂമറേറ്ററിൽ ഒരു 4 കട്ട് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ഒരു 4, ഇവിടെ ഒരു 4 കട്ട് ചെയ്ത് പഠിക്കാം. ഇവിടെ ഒരു 4, ഇവിടെ ഒരു 4, ബാക്കി ഇവിടെ 2 4s ഉണ്ട്. 4 into 4 ആൻസർ. ആൻസർ എത്രയാണ്? 4 raised to 2. അപ്പൊ 4 raised to 5 divided by 4 raised to 3 എന്ന് പറഞ്ഞാൽ 4 raised to 2. അപ്പൊ എന്താണ് ചെയ്തിട്ടുള്ളത്? എക്സ്പോണൻസ് ഇവിടെ എന്താ ചെയ്ത ആൻസർ കിട്ടാൻ? ഈ 5 മൈനസ് 3 ചെയ്ത ആൻസർ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പോണൻസ് ആഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? എക്സ്പോണൻസ് മൈനസ് ചെയ്തു. 5 minus 3. അപ്പൊ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതാതെ നമുക്ക് എന്ത് എഴുതാം? ഈ ആൻസർ എഴുതാം. 2 raised to 10 divided by 2 raised to 3. 2 raised to 10 divided by 2 raised to 3 equal to ആൻസർ എന്താ വരിക? എക്സ്പോണൻസ് ഇവിടെ എക്സ്പോണൻസ് 10, ഇവിടെ എക്സ്പോണൻസ് 3. ബേസ് സെയിം ആണ്. ഇത് സെയിം നമ്പർ ആണോ എന്ന് നോക്കണം. 2 raised to 10 minus 3 equal to 2 raised to 7. Next example, 10 raised to 3 divided by 10. That is equal to 10 raised to 3. 10 എന്ന് പറഞ്ഞാൽ 10 raised to 1 എഴുതാം. അപ്പോൾ ആൻസർ എന്ത് വന്നു? 10 raised to എക്സ്പോണൻസ് മൈനസ് ചെയ്യുമ്പോൾ 3 minus 1 equal to 10 raised to 3 minus 1 2. 10 raised to 2 ആൻസർ. ഇവിടെ നമ്മൾ ചെയ്തത് 4 raised to 5 by 4 raised to 3 equal to ആൻസർ 4 raised to 5 minus 3 equal to 4 raised to 2. ഇവിടെ ന്യൂമറേറ്ററിന്റെ എക്സ്പോണന്റ് 5ഉം ഡിനോമിനേറ്ററിലെ എക്സ്പോണന്റ് 3 ആണ്. അതായത് മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ ആണ് താഴെ എഴുതിയ നമ്പറിനേക്കാളും എക്സ്പോണന്റിനേക്കാളും വലുത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മൈനസ് ചെയ്തു. ഇനി നേരെ മറിച്ച് 4 raised to 3 divided by 4 raised to 5 ആണെങ്കിലോ ആൻസർ എന്തായിരിക്കും നോക്കാം. 4 raised to 3 means 4 into 4 into 4 3 times 4 into 4 into 4 into 4 4 5 times എഴുതി. കട്ട് ചെയ്തു. ഇവിടെ ഒരു 4 കട്ട് ചെയ്തു, അപ്പോൾ ഇവിടെ ഒരു 4 കട്ട് ചെയ്തു, ഇവിടെ 4 കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു കട്ട് ചെയ്തു. മുകളിൽ ന്യൂമറേറ്ററിന്റെ അവിടെ ഒന്നുമില്ല. ദാറ്റ് മീൻസ് ദർ ഈസ് 1. അവിടെ 1 ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എത്ര ഫോർസ് ഇവിടെ ബാക്കി കട്ട് ചെയ്യാത്ത ഫോർസ് ഉണ്ട്? 4 into 4. 4 into 4. That is equal to 1 by 4 square.
അപ്പോൾ 4^3/4^5 ആയപ്പോൾ ആൻസർ എന്തായി? 4 സ്ക്വയർ ഡിനോമിനേറ്ററിലായി 1/4. ഇവിടെ 4^5/4^3 4 സ്ക്വയർ ആണ് ആൻസർ. അപ്പോൾ ന്യൂമറേറ്ററിലെ എക്സ്പോണന്റ് ചെറുതും ഡിനോമിനേറ്ററിലെ എക്സ്പോണന്റ് വലുതുമായാൽ നമുക്ക് എന്താ എഴുതാം? 1/4^2. എക്സാമ്പിൾ നോക്കാം. 10^7 ഡിവൈഡഡ് ബൈ 10^9. അപ്പൊ ആൻസർ എന്ത്? അപ്പൊ നോക്കുക, സെയിം നമ്പർ ആണെങ്കിൽ മാത്രമാണ്, ബേസ് സെയിം ആണെങ്കിൽ മാത്രമാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 10 ആണ് ബേസ്, രണ്ടിന്റെയും എക്സ്പോണന്റ് നോക്കി 7, ഇവിടെ 9. 7 ആണ് ചെറുത്, അതുകൊണ്ട് നമുക്ക് ആൻസർ എന്തായിരിക്കും? 1/10^9 - 7. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾ എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കും. 21^3/21^4. രണ്ട് നമ്പേഴ്സിന്റെ പവേഴ്സ് ഡിവൈഡ് ചെയ്യാനാണ്. ആദ്യം നോക്കണം, ബേസ് എന്ന് പറയുന്ന നമ്പർ 21 സെയിം ആണ്, രണ്ടിനും സെയിം ആണ്. ഇനി എന്ത് നോക്കണം? എക്സ്പോണന്റ് മുകളിലാണോ വലുത്, താഴെയാണോ വലുത്? താഴെയാണ് വലുത്. ഇവിടെ താഴെയാണ് വലുത് എന്ന് പറയുമ്പോൾ ആൻസർ എന്ത് വരും? 1/21^4 3 മൈനസ് ചെയ്യുക. 21^4 - 3. ലാർജസ്റ്റ് എക്സ്പോണന്റ് മൈനസ് സ്മോളസ്റ്റ് എക്സ്പോണന്റ്. ആൻസർ 1/21^4 - 3 1. That is 1/21 is the answer. Next question. 14^5/14^2. Base 14 സെയിം ആണ്. എക്സ്പോണൻസ് നോക്കി, മുകളിൽ 5 ആണ്, താഴെ 2 ആണ്. അപ്പൊ മുകളിലത്തെ എക്സ്പോണന്റ് ആണ് വലുത്. അപ്പൊ എന്താ ചെയ്താൽ മതി? ആൻസർ എവിടെ വരും? 14^5 - 2 equal to answer 14^3. 5^20/5^15. 5 രണ്ടിലും ബേസ് ആണ്. 20 is larger than 15. Therefore answer എന്ത് വരും? ന്യൂമറേറ്ററിൽ 5^20 - 15 equal to 5. Next 7^14/7^16. ഇവിടെ 14 ആണ് ലാർജർ, 6 സ്മോളർ ആണ്. അപ്പോൾ 7^14 - 6 equal to 7^8. Next question. 100^12/100^17. എക്സ്പോണന്റ് ന്യൂമറേറ്ററിൽ 12ഉം ഡിനോമിനേറ്ററിൽ 17 ആണ്. അപ്പം ഡിനോമിനേറ്ററിലുള്ള എക്സ്പോണന്റ് ആണ് വലുത്, ഇത് ചെറുതാണ്. അപ്പൊ ആൻസർ എന്ത് വരും? ആൻസർ 1/100^17. വലുത് ചെറുത് മൈനസ് ചെയ്യുക. 17 - 12 that is equal to 1/100^5. Answer 12^7/12^9. That is equal to 7 is less than 9. Therefore answer എന്ത് വരും? 1/12 വലിയ നമ്പർ 9, വലിയ എക്സ്പോണന്റ് മൈനസ് ചെറിയ എക്സ്പോണന്റ് 9 - 7 is equal to 1/12^2. ആൻസർ. ഈ ഡിവിഷൻ റൂൾ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും: x^m/x^n equal to x^m-n. എക്സിന് ഏതൊക്കെ വാല്യൂ വരാം? എക്സിന് 0 ആവാൻ പറ്റില്ല. എന്താ കാരണം? 0 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫോർ ഓൾ നോൺ സീറോ എക്സ്, അതായത് എക്സ് 0 ആവാൻ പാടില്ല. പിന്നെ ഇവിടെ ഒരു കണ്ടീഷൻ എന്താ? m ഈസ് ഗ്രേറ്റർ ദാൻ n. m ഗ്രേറ്റർ ദാൻ n ആവുമ്പോൾ ആൻസർ എന്തായിരിക്കും? x^m/x^n equal to x^m-n. അതായത് ന്യൂമറേറ്ററിലെ എക്സ്പോണന്റ് വലുതാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ m-1 x ഇവിടെ മുകളിൽ വരും. അടുത്ത കണ്ടീഷൻ x^m/x^n equal to 1/x^m-n. ഫോർ ഓൾ നോൺ സീറോ എക്സ് എന്താ കണ്ടീഷൻ വരിക? കണ്ടീഷൻ m n-നേക്കാളും ചെറുതായാൽ, m n-നേക്കാളും ചെറുതെങ്കിൽ എഴുതാ? m less than n. m less than വലിയ നമ്പർ, ഈ ലെസ് ദാൻ ഈ സിമ്പിളിന്റെ ഈ ഭാഗത്താണ് വലിയ നമ്പർ വരുന്നത്. ഈ തുറന്നിരിക്കുന്ന ഭാഗത്താണ് വലിയ നമ്പർ എഴുതുന്നത്. m ഗ്രേറ്റർ ദാൻ n, m ലെസ് ദാൻ n. ഇങ്ങനെയാണ് ഇരിക്കണതെന്ന് വെച്ചാല് ഇവിടെ കൂടിയിരിക്കുന്ന ഭാഗമാണ് ലെഫ്റ്റ് സൈഡിൽ ആദ്യം വരുന്നതെന്ന് വെച്ചാല് സിമ്പിള് വായിക്കേണ്ടത് ലെസ് ദാൻ. വലിയ ഭാഗമാണ് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ വായിക്കേണ്ടത് ഗ്രേറ്റർ ദാൻ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 60 ക്വസ്റ്റ്യൻ: വാട്ട് പവർ ഓഫ് 2 we get on dividing 2^5/2^3?
2 റേസ് ടു 5നെ 2 റേസ് ടു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ന്റെ ഏത് പവറാണ് ആൻസർ ആയിട്ട് വരിക? അപ്പൊ 2 റേസ് ടു 5നെ 2 റേസ് ടു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിയിപ്പോ നമ്മൾ ഡിവിഷൻ എങ്ങനെയാ? ഫ്രാക്ഷൻ ആയിട്ടാണ് ഇത്. 2 റേസ് ടു 5 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 3. ആൻസർ എന്താ വരിക? ഇവിടെ 5 ഉം 3 ആണ്. 5 ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പൊ എവിടെയാ ആൻസർ വരിക? ഏത് പവറാണ് വരിക അവിടെയാണ് ആൻസർ വരിക. ഈ പവർ 5 ആണ് വരിക. അപ്പൊ 2 റേസ് ടു 5 മൈനസ് 3 ഈക്വൽ ടു ആൻസർ 2 സ്ക്വയർ. അപ്പൊ 2ന്റെ ഏത് പവർ ആണ്? ക്വസ്റ്റ്യനിൽ പവർ ആണ് ചോദിച്ചിട്ടുള്ളത്. 2ന്റെ സെക്കൻഡ് പവർ ഓഫ് 2. സെക്കൻഡ് പവർ ഓഫ് 2. Next question. What power of 2 is half of 2 raised to 10? 2 raised to 10ന്റെ ഹാഫ് എന്ന് പറയുന്നത് 2ന്റെ ഏത് പവർ ആണ്? അപ്പൊ നമുക്ക് ആദ്യം half of 2 raised to 10 എന്താണെന്ന് കണ്ടുപിടിക്കണം. Half of 2 raised to 10. What is half of 2 raised to 10? Half എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? Divided by 2. 12ന്റെ half എന്ന് പറഞ്ഞാൽ എന്താ? 6 ആണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? 12 divided by 2 ആണ് എന്ത്? 12ന്റെ ഹാഫ്. അതുപോലെ 2 raised to 10ന്റെ ഹാഫ് എന്ന് പറയുന്നത് 2 raised to 10 divided by 2. Divided by 2 ന് പകരമാണ് നമ്മൾ എന്താ എഴുതുന്നത്? by 2. അപ്പൊ 2 raised to 10 by 2 means that is equal to 2 raised to 10. 2 നെ എന്താ എഴുതാം? 2ന്റെ പവർ എന്താ? 2 raised to 1. That is equal to 2 raised to 10 larger than 1. Therefore 10 minus 1 equal to 2 raised to 9 is the answer. What power of 2 is half of 2 raised to 10? 2 raised to 10ന്റെ ഹാഫില് 2ന്റെ ഏത് പവർ ആണ്? അപ്പൊ half of 2 raised to 10 നമ്മൾ കണ്ടുപിടിച്ചു 2 raised to 9 ആണ്. അത് 2ന്റെ എത്ര പവറാ? 9th പവർ. ആൻസർ 9th പവർ ഓഫ് 2. ഇവിടെ നോക്കുക 2 raised to 10ന്റെ ഹാഫ് ആൻസർ 2 raised to 9. അപ്പൊ 2ന്റെ ഏത് പവറിന്റെ ഹാഫ് എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നത്തെ പവർ ആയിരിക്കും. 2 raised to 11ന്റെ ഹാഫ് ഓഫ് 2 raised to 11 means that is 2 raised to 10. തൊട്ട് മുൻപത്തെ പവർ. half of 2 raised to 6 is എന്താണ്? 2 raised to 5. 2ന്റെ പവറിന് മാത്രമാണ് ഇത് പറയുക. എന്താ കാരണം? ഹാഫിലുള്ളത് by 2 ആണ്. അപ്പൊ half of 2 raised to 3 എന്ന് പറയുന്നത് എന്താ? 2 raised to 2. half of 2 raised to 100. half of 2 raised to 100 means answer 2 raised to 99. 2 raised to 100ന്റെ ഹാഫ് എക്സ്പോണന്റിനെ അല്ല നിങ്ങൾ ഹാഫ് ആക്കേണ്ടത്. ഹാഫ് എന്ന് പറഞ്ഞാൽ 2 raised to 10 by 2. 10നെ അല്ല by 2 ചെയ്യേണ്ടത്. 2 raised to 10 by 2 ആണ്. പവറിന് 1 കുറയാണ് ചെയ്യുക. Next, what is 2 raised to 8 into 1 by 2 raised to 3? 2 raised to 8 into 1 by 2 raised to 3. 2 raised to 8 നെ നമുക്ക് എന്ത് എഴുതാം? 2 raised to by 1 into 1 by 2 raised to 3. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 1നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പർ തന്നെയാണ്. അപ്പൊ എന്ത് വന്നു? that is 2 raised to 8 by താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 1 ആണ്. 2 raised to 3. 2 raised to 8 by 2 raised to 3. 8 is greater than 3. Therefore നമുക്ക് എന്ത് കിട്ടും? 2 raised to 8 minus 3 equal to 2 raised to 5. Next question. What should be multiplied to 7 raised to 6 to get 7 raised to 2? 7 raised to 6ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 7 raised to 2 കിട്ടുക? 7 raised to 6ന്റെ കൂടെ എന്തോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 7 raised to 2 കിട്ടും. അതായത് 7ന്റെ പവർ ഉള്ള 7ന്റെ ഏതോ ഒരു പവർ മൾട്ടിപ്ലൈ ചെയ്താൽ 7 raised to 2 കിട്ടും. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുക. 8ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 72 എന്നുള്ള ആൻസർ കിട്ടുക? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ അറിയാം 8 into 9 is 72. അത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയുന്നതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ശരിക്കും അവിടെ എന്താ ചെയ്യുന്നത്? ഈ 72നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആൻസർ കിട്ടുന്നത്. 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 കിട്ടുക? 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ആൻസർ 4 എന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7 raised to 6 into dash equal to 7 raised to 2. അപ്പൊ ഈ നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 7 raised to 2നെ 7 raised to 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 raised to 2 divided by 7 raised to 6 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ what is 7 raised to 2 by 7 raised to 6?
ബേസ് രണ്ടിലും 7 ആണ്. എക്സ്പോണന്റ് നോക്കി, ന്യൂമറേറ്ററിലുള്ള എക്സ്പോണന്റ് ആണ് ചെറുത്. അപ്പൊ ആൻസർ എങ്ങനെ വരും? 1/7 raised to 6 - 2 equal to 1/6 - 2 4 7 raised to. ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ക്വസ്റ്റ്യനുകളുണ്ട്. വാട്ട് ഈസ് 10 raised to 9 divided by 10 raised to 4? പിന്നെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ ചെയ്ത പോലെ ടേബിൾ നോക്കി ആൻസർ ചെയ്തതാണ്. ടേബിൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, 2ന്റെ പവേഴ്സിന്റെ ടേബിൾ. അപ്പൊ ഒരെണ്ണം എക്സാമ്പിൾ ആയിട്ട് പറയാം. 64 divided by 16. 64 ടേബിൾ നോക്കി നമുക്കറിയാം 64 എന്ന് പറയുന്നത് 2 raised to 6 ആണ്. ഡിവൈഡഡ് ബൈ 16 2ന്റെ ഏത് പവറാ? 2 raised to 4 ആണ്. അപ്പൊ ആൻസർ എന്ത് വന്നു? 6 - 6 larger than 4. അപ്പൊ 2 raised to 6 - 4 equal to 2 raised to 2. 2 raised to 2ന്റെ ആൻസർ ടേബിൾ നോക്കാതെ തന്നെ അറിയാം. 2 raised to 2ന്റെ ആൻസർ എന്താ? 4. അങ്ങനെ ടേബിൾ നോക്കി ഈ ക്വസ്റ്റ്യൻ ചെയ്യും. താങ്ക് യു.